എറണാകുളം പൊതുവെ UDFന് മേൽക്കൈയുള്ള ജില്ലയാണ്. ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ളത്. അതിലൊരു മണ്ഡലമാണ് കോതമംഗലം. കഴിഞ്ഞ 2 തവണയായി ഇടത് MLA-മാരാണ് കോതമംഗലത്ത് നിന്നും വിജയിച്ചു കയറുന്നത്. അതേസമയം കോതമംഗലത്ത് കോൺഗ്രസിന് കൃത്യമായ സംഘടനാ സംവിധാനവും അത്രമേൽ നേതാക്കളും പ്രവർത്തകരുമുണ്ട്. എന്നിട്ടും തിരഞ്ഞെടുപ്പുകളിൽ പരാജയമാണ് UDF നേരിടുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത് UDFന്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ആണ് എന്നതാണ്. മണ്ഡലത്തിൽ തീരെ സ്വാധീനമില്ലാത്ത പാർട്ടിയാണ് PJ ജോസഫിന്റെ കേരള കോൺഗ്രസ്. തുറന്നു പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് മുതൽ സകലമാന പ്രവർത്തനങ്ങളും നടത്തുന്നത് കോൺഗ്രസ് അണികൾ തന്നെ. UDFന്റെ മുന്നണി കെട്ടുറപ്പിന്റെ പേരിൽ കോതമംഗലം പോലെ കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു മണ്ഡലം തുടർച്ചയായി നഷ്ടപ്പെടുന്നതിന്റെ വിഷമം പൊതുവെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും മണ്ഡലം തിരികെ പിടിക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസ്. UDF കൺവീനർ MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി മണ്ഡലം തിരികെ കോൺഗ്രസിന് നൽകണമെന്ന ആവശ്യം നേതാക്കൾ പങ്കുവച്ചതായാണ് ലഭിക്കുന്ന വിവരം. തുടർച്ചയായി 2 തവണ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വരുന്നത് CPM നേതാവ് കൂടിയായ ആന്റണി ജോൺ ആണ്. UDFൽ നിന്നും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി മത്സരിച്ചതാവട്ടെ കേരള കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഷിബു തെക്കുംപുറമാണ് മത്സരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമായിരുന്നു ആന്റണി ജോണിന്റെ വിജയം. ഷിബു തെക്കുംപുറത്തിനു പകരം കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ മികച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചു പിടിക്കാമായിരുന്നുവെന്ന് പൊതുവെ എല്ലാവരും വിലയിരുത്തിയിരുന്നു. ജനങ്ങൾക്കിടയിൽ ഒട്ടും സ്വീകാര്യതയുള്ള നേതാവല്ല അദ്ദേഹം. ഷിബു തെക്കുംപുറം നേതൃത്വം നൽകുന്ന ധനകാര്യ സ്ഥാപനമായ KLM ഒട്ടേറെ വിവാദങ്ങളിൽ പെട്ടിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്തുണ്ടെന്നതുൾപ്പെടെ ഒട്ടേറെ ആരോപണങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത്. 2016-ൽ ഷിബു തെക്കുംപുറത്തിന്റെ KLM ഗ്രൂപ്പ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ 180 കോടിയുടെ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പല നിക്ഷേപങ്ങളും വ്യാജവിലാസത്തിലാണ് നിക്ഷേപിച്ചതെന്നും കണ്ടെത്തി. 1 കോടിയിൽ കൂടുതൽ തുക നിക്ഷേപിച്ചവരെ ആദായ നികുതി വകുപ്പ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പണമിടപാടുകളിൽ സുതാര്യതയില്ലെന്ന് ആദായ നികുതി വകുപ്പ് നേരത്തെ കണ്ടെത്തിയിരുന്നു. കേരള കോൺഗ്രസ് നേതൃത്വവുമായി അടുപ്പമുള്ള പലർക്കും സ്ഥാപനത്തിൽ പങ്കാളിത്തവും നിക്ഷേപവും ഉള്ളതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് അവമതിപ്പാണുള്ളത്. മൈക്രോ ഫിനാൻസ് സംവിധാനത്തിലുള്ള വായ്പകൾ വഴി ജനങ്ങളോട് ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ ഭീഷണി മുഴക്കിയതായി പറയപ്പെടുന്നു. ഇതിനു പുറമെ സർക്കാർ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരെ ഉയർന്നിരുന്നു. കോടതി ഇടപെട്ടായിരുന്നു പിന്നീട് ആ ഭൂമി തിരികെ പിടിക്കുന്നത്. അദ്ദേഹത്തെ ജനങ്ങൾക്കാർക്കും തന്നെ നേരിട്ട് ബന്ധപ്പെടുവാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഇതേ പരിഭവങ്ങൾ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. അടുത്ത തവണ കൂടി മണ്ഡലം കോൺഗ്രസിന് ലഭിച്ചില്ലെങ്കിൽ അത് സംഘടനാപരമായി പാർട്ടിയെ തളർത്തുമെന്ന് നേതാക്കൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും സമ്മർദ്ദം ചെലുത്തുവാനാണ് പ്രാദേശിക നേതൃത്വം നിലവിൽ ആലോചിക്കുന്നത്. ഇത് മുന്നിൽ കണ്ട് പല കോൺഗ്രസ് നേതാക്കളും മണ്ഡലത്തിൽ സജീവമാണ്. PJ ജോസഫ് നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിന് ശക്തി കുറവാണെന്നും അതുകൊണ്ട് തന്നെ ചില സീറ്റുകൾ തിരികെ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും ആലോചനകൾ നടക്കുന്നുണ്ട്. അത്തരം ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തിയാൽ അടുത്ത തവണ കോതമംഗലത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ ഉയർന്നു കേൾക്കുന്ന 2 പ്രധാനപ്പെട്ട പേരുകൾ വീക്ഷണം മാനേജിംഗ് ഡയറക്ടറും AICC അംഗവുമായ ജെയ്സൺ ജോസഫിന്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കിയുടേതുമാണ്. പൊതുവെ ക്രൈസ്തവ വിഭാഗത്തിന് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ അത്തരം ഘടകങ്ങൾ കൂടി പരിഗണിച്ചാവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. മണ്ഡലത്തിലെ ബന്ധങ്ങളും മികച്ച നേതൃപാഠവും ജെയ്സന് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഉള്ള പടിയാണ്. ചെറുപ്പത്തിന്റെ പ്രസരിപ്പാണ് അബിൻ വർക്കിയെ പരിഗണിക്കുന്നതിന്റെ പ്രധാന കാരണം. ചാനൽ ചർച്ചകളിലൂടെയും സമരങ്ങളിലൂടെയും അബിൻ സജീവമാണ്. ഇവർക്കു പുറമെ ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ നേതാക്കളും പരിഗണനയിലുണ്ട്. കോതമംഗലം നഗരസഭയും കവളങ്ങാട്, കീരാമ്പാറ, കോട്ടപ്പടി, കുട്ടമ്പുഴ, നെല്ലിക്കുഴി, പല്ലാരിമംഗലം, പിണ്ടിമന, വാരപ്പെട്ടി എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് കോതമംഗലം. കാട്ടാന ശല്യം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്.
ആനയുടെ ആക്രമണത്തിൽ തുടർച്ചയായി മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട്. സ്ഥലം MLA-ക്കെതിരെയും സർക്കാരിനെതിരെയും വലിയ തോതിലുള്ള വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. കേരള കോൺഗ്രസിനും ഷിബു തെക്കുംപുറത്തിനും ഈ ജനവികാരം വോട്ടുകളാക്കുവാൻ കഴിയില്ലെന്നുറപ്പ് കോൺഗ്രസിനുണ്ട്. ഷിബു തെക്കുംപുറത്തിന്റെ കാശിനോ അതോ പാർട്ടിയുടെ കെട്ടുറപ്പിന് മുൻപിലോ നേതൃത്വം നിലകൊള്ളുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.